നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം പ്രൊപ്പഗണ്ട, അതുപോലെ ട്രൂത്ത്, യാഥാർത്ഥ്യം. സത്യം പൊതുവെ ഒരു ചൊല്ലിന് സത്യം ചെരുപ്പിട്ട് വരുമ്പോൾ അസത്യം, നുണകൾ അതിന്റെ ലോകം ചുറ്റി വന്നിട്ടുണ്ടാകുമെന്നൊരു ചൊല്ല് തന്നെയുണ്ട്. അപ്പൊ ഇത്തരം പ്രൊപ്പഗണ്ടകളുടെയും കളവുകളുടെയും തെറ്റിദ്ധരിപ്പിക്കലുകളുടെയും സന്ദർഭത്തിൽ നടത്തി മാറ്റി അതിലാരും മോശക്കാരല്ല. ക്രിസംഖികളും സംഘികളും യുക്തിവാദികളും നിരീശ്വരന്മാരും സ്വതന്ത്ര ചിന്തകരും എല്ലാവരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് കളവ് പറയുന്നതിൽ ആരും ഒട്ടും കുറവല്ല ആ വിഷയത്തിൽ. അപ്പോൾ ഇതിലെ സത്യസന്ധമായ കാര്യങ്ങൾ എന്താണോ, അതിൽ മുസ്ലിങ്ങൾക്ക് പ്രൈഡ്, പ്രതാപം, ഇസ്സത്ത് എന്താണ് അതെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഭാഗ്യമാണ്. ഇത് ഒരു ഓരോരുത്തരുടെയും ദൗത്യമാണ്. അതിന്റെ ഭാഗതയെ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടതാണ്. എന്തായാലും നമുക്ക് അതിന്റെ ചില വസ്തുതകളിലേക്ക് പറ്റും. ഇതാണ് സൗദി അറേബ്യയുടെ, ഇന്നത്തെ നമ്മൾ കാണുന്ന സൗദി അറേബ്യയുടെ മാപ്പ്. ആ സൗദി അറേബ്യ മാപ്പിൽ ഞാൻ ഈ മഞ്ഞ കളറിൽ വരച്ചിരിക്കുന്ന ഭാഗമാണ് മദീന, യസ്രിബ് അഥവാ ഇന്നത്തെ മദീന ഉൾപ്പെടുന്ന പ്രദേശം. ആ പ്രദേശത്തെ മാത്രം എടുക്കുന്നതാണ് ഈ മാപ്പ്. ഇപ്പൊ മാപ്പ് ഞാൻ മൂന്ന് വ്യത്യസ്തമായ മാപ്പുകൾ കാണിക്കാൻ കാരണം സൗദി അറേബ്യയിൽ എവിടെയാണ് മദീന, ഈ മാപ്പിൽ എവിടെയാണ് മദീന, ആ മദീനയുടെ ഭാഗത്ത് ജീവിച്ചിരുന്ന ഈ പറഞ്ഞ ഗോത്രങ്ങൾ, വിവിധങ്ങളായ ഗോത്രങ്ങൾ, നമുക്കറിയാം പ്രധാനപ്പെട്ട 2 ഗോത്രങ്ങൾ, അത് ഔസും ഖസ്റജുമാണ്. രണ്ട് പ്രധാനപ്പെട്ട അറബി ഗോത്രങ്ങൾ. അവിടെ യഹൂദന്മാരും ഉണ്ടായിരുന്നു. മദീനയിലെ യഥ്രിബിലെ അന്നത്തെ ജനസംഖ്യയുടെ പകുതിയിലേറെയും യഹൂദന്മാരായിരുന്നു. വ്യത്യസ്തമായ യഹൂദ ഗോത്രങ്ങളായിരുന്നു. ഈ യഹൂദ ഗോത്രങ്ങളെല്ലാം തന്നെ അന്ന് അവിടെ ജീവിച്ചിരുന്ന അറബ് ഗോത്രങ്ങളുമായി സന്ധിയിലായിരുന്നു, അല്ലെങ്കിൽ അവർ സഖ്യകക്ഷികളായിരുന്നു. ഉദാഹരണത്തിന് നമ്മൾ ഈ ചർച്ചയ്ക്ക് എടുക്കുന്ന ബനു ഖുറൈള, അതുപോലെ ഇവരല്ലാത്ത 2 പ്രധാനപ്പെട്ട ഗോത്രങ്ങളായ ബനു ഖൈനുഖ, ബനു നദീർ എന്ന് പറയുന്ന മൊത്തം 3 പ്രധാനപ്പെട്ട 3 ഗോത്രങ്ങൾ. പക്ഷെ ഇവരുടെ അന്നത്തെ അവിടുത്തെ ആ ലാൻഡിന്റെ, ആ മദീന ദേശത്തിന്റെ അവകാശികളും അവിടുത്തെ എന്താ പറയാ അവിടുത്തെ പ്രാദേശിക അറബി ഗോത്രങ്ങളായ ഔസ് ഖസ്റജ് ഗോത്രങ്ങളുമായി സഖ്യത്തിലായിരുന്നു. അതിൽ ബനു ഖൈനുഖവും ബനു നദീർ ഗോത്രവും ഖസ്റജ് ഗോത്രത്തുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ബനു ഖുറൈള എന്ന് പറയുന്ന നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന ബനു ഖുറൈള വിഭാഗം അതർ ഔസ് ഗോത്രവുമായി ആണ് അവിടെ സന്ധി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ സഖ്യം ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാം, എന്റെ മൗസ് ഇതിൽ കാണാമോ? എന്റെ മൗസ് കാണുന്നുണ്ടോ? മൗസ് നീങ്ങുന്നത് കാണാമോ? എന്റെ മൗസ് നീങ്ങുന്നത് കാണാമോ? എന്റെ ഇത് കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. മൗസ് കാണുന്നില്ല. പോയിന്റർ ഇതിൽ എങ്ങനെ എടുക്കുന്ന അറിയില്ല. ഓക്കെ, എനിവേ നിങ്ങൾക്ക് ഈ മാപ്പിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് നിങ്ങൾക്ക് കാണാം. മാപ്പ് മാത്രം ഒന്ന് വലുതാക്കാൻ പറ്റുമോ? ഫുൾ സ്ക്രീനില്ല, കുറച്ച് വലുതാക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. മാപ്പ് മാത്രമായിട്ട് ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റുമോ അറിയില്ല. സൂം ചെയ്യാൻ പറ്റില്ല. സൂം ചെയ്ത് കാണിച്ചാലും മതി. സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പോഴോ പറ്റുന്നുണ്ടോ? ഇല്ല. എനിവേ നമ്മൾ ആ മാപ്പ് നിങ്ങൾ നോക്കുക. മാപ്പിലെ ഏറ്റവും താഴെ മുതൽ മുകളിലോട്ട് നോക്കുക. ഏറ്റവും താഴെ കാണാം ബനു ഔഫ് ഇബ്നു മാലിക്. അത് ഔസ് എഴുതിയിട്ടുണ്ടാവും അല്ലെ? ഏറ്റവും താഴെ ആ ഒരു മാപ്പിന്റെ ഐക്കൺ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണാം ബനു ഔഫ് ഇബ്നു മാലിക്, ഔസ് ഗോത്രം എന്ന് എഴുതി കാണാം. അതിന് ആ മദീനയുടെ അതിർത്തിയോട് ചേർത്തുള്ള 3 ഗോത്രങ്ങൾ നോക്കണം. ബനു നദീർ, ബനു ഖുറൈള, ബനു ഖൈനുഖ. അവരെല്ലാം യഹൂദ ഗോത്രങ്ങളാണ്. അതിൽ ബനു ഖൈനുഖയും ബനു നദീറും ഖസ്റജ് ഗോത്രവുമായി ബന്ധപ്പെട്ട സഖ്യമായിരുന്നെങ്കിൽ ഇപ്പുറത്തുള്ള ബനു ഖുറൈള ഔസുമായി ബന്ധപ്പെട്ടവരായിരുന്നു. ഇതാണ് മദീനയുടെ മൊത്തം ഗോത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അവിടുത്തെ വിവിധങ്ങളായ ഗോത്രങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ. അവിടെ മെയിൻലി ഉണ്ടായിരുന്ന അറബ് ഗോത്രങ്ങളെ പ്രധാനമായിട്ടും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഖസ്റജ് ഗോത്രവും ഔസ് ഗോത്രവും. ഇതിൽ നിന്ന് കാണാം, ഈ മാപ്പിൽ നിന്ന് കാണാം ഈ അവരുടെ ഗോത്രങ്ങളുടെ സബ് ഡിവിഷൻ. ഖസ്റജ് ഗോത്രങ്ങൾ ഔഫ്, അംർ, ജുഷാം, കഅബ്, അൽ ഹാരിസ്
എന്ന പ്രധാനപ്പെട്ട 5 സബ് ഡിവിഷനാണ്. അതിൽ അൽ ഔസ് ഗോത്രം, അത് മാലിക്, അതിന് താഴെ ഔഫ്, അൽ നാബിത്, ജുഷാം, ഇമ്രുൽ ഖൈസ് എന്നിങ്ങനെ 2 ഖസ്റജ് ഗോത്രത്തിന്റെയും ഔസ് ഗോത്രത്തിന്റെയും സബ് ഡിവിഷൻസ് ഒക്കെയാണ് ഈ കാണുന്ന മാപ്പിൽ കാണുന്നത്. ഇത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തുമ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ അവര് തമ്മിൽ ഹൗസ് ഖസറജ് ഗോത്രക്കാർ തമ്മിൽ എടുപ്പിക്കുകയായിരുന്നു യഹൂദന്മാരെ മെയിൻ പണി. അവരുടെ മെയിൻ പണി തന്നെ അവർ തമ്മിൽ എടുപ്പിക്കലായിരുന്നു. അപ്പൊ അന്ന് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വരികയും ഒരു ഭരണ സംവിധാനം കൊണ്ടുവരികയും അവരെ എല്ലാം ഈ സമൂഹങ്ങളെല്ലാം ഒരുമിച്ച് നിർത്തുകയും അങ്ങനെ അവരുമായി ഒരു ട്രീറ്റി അല്ലെങ്കിൽ ഒരു സന്ധി അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഒരു 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 കരാർ രൂപീകരിച്ചിരുന്നു. അപ്പോ ഈ കരാർ രൂപീകരിച്ചെന്ന് പറയുമ്പോൾ എന്ത് കരാർ, എവിടത്തെ കരാർ, ആര് പറഞ്ഞു, എന്ത് കരാറാണ് അവിടെ എന്ന് പറഞ്ഞിട്ട് ഈ സ്വതന്ത്ര ചിന്തകർ വരണ്ട. അങ്ങനെ കരാറൊന്നും നിലവിലില്ല. എവിടെ കരാറിന്റെ പേരെന്താണെന്നൊക്കെ ചോദിക്കാം. അപ്പോ ഈ സഹൈഫത്ത് എന്ന് പറയുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടോ? അപ്പൊ അവർ ചോദിക്കും സനദ് എവിടെ? ആര്? സനദൊന്നും നോക്കാതെ, സനദ് എന്താന്ന് പോലും അറിയാതെ ഓരോ കാര്യങ്ങൾ എടുത്ത് സംസാരിക്കുന്നവരാണ് എന്ത് സനദ് ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും ഹദീസ് ഗ്രന്ഥങ്ങളിൽ ചില ഭാഗത്ത് ഈ സഹീഫത്തിനെ കുറിച്ച് ചില പരാമർശമുള്ളതായി ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സീറയിലൊക്കെ ഇങ്ങനെ ഒരു സഹീഫത്ത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായാലും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ചില സൂചനകൾ സഹിൽ ബുഖാരിയിൽ ഉള്ളതായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളത് പരിശോധിക്കുമ്പോൾ ഈ സഹിൽ ബുഖാരിയിലെ 7302 ഹദീസാണ് ഇത്. അൽ ആലിമിലെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. സഹിൽ ബുഖാരിയിലെ 7302 ഹദീസാണ്. അതിൽ കാണാം അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ച് സംഭവം ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അലി റളിയല്ലാഹു പറയുന്നുണ്ട്, കിതാബുല്ലാ, അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഗ്രന്ഥം കിതാബിൽ പറയപ്പെട്ട കാര്യങ്ങളും അതുപോലെ കഅബയുടെ കില്ലയിൽ അന്ന് അവിടെ തൂക്കിയിട്ട ഒരു ചുരുളുണ്ടായിരുന്നു. ആ ചുരുൾ ചൂണ്ടിക്കൂട്ട, ആ ചുരുളിനെ അലി റളിയല്ലാഹു ഉപയോഗിച്ച വാക്ക് അസ്സഹീഫ എന്നാണ്. അസ്സഹീഫ എന്നാണ് അവിടെ മഞ്ഞ കളറിൽ കാണാം. എന്താണ്? മാ ഇൻദനാ മിൻ കിതാബിൻ യുഖറഉ ഇല്ലാ കിതാബുല്ലാഹി വമാ ഫീ ഹാദിഹി അസ്സഹീഫ. അപ്പൊ സഹീഫത്ത് എന്നൊരു പ്രയോഗം, ഒരു റോൾ, ഒരു ചുരുള് അവിടെ ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അതിനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലും പറഞ്ഞതിന് അപ്പുറമോ അല്ലെങ്കിൽ ഈ ചുരുളുകളിൽ കാണുന്നതിനപ്പുറമോ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ നിർദ്ദേശമുണ്ട്. അപ്പൊ എന്താണ് ആ സഹീഫത്ത്? ആ സഹീഫത്തിൽ ചില കൊടുത്തിട്ടുള്ള 3 കണ്ടീഷൻസ് ആണ് ഞാൻ ഇപ്പുറത്ത് മഞ്ഞയിലും ചുവപ്പിലും നീല കളറിലും അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ്? ബ്ലഡ് മണിയെ കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട്. മദീന ഒരു പുണ്യ ഗേഹമാണ്. അതുകൊണ്ട് ആരും ആരെയും ചതിക്കരുത്, വഞ്ചിക്കരുത്. സംരക്ഷണത്തിലിരിക്കുന്ന ഒരാളും മുസ്ലിങ്ങൾക്കെതിരായി അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കെതിരായി ചാരപ്രവൃത്തി നടത്തരുത്, ചതിപ്രയോഗം നടത്തരുത്. ഈ 3 പ്രയോഗങ്ങളും നമ്മുടെ ചർച്ചയിലിരിക്കുന്ന ഈ ഇബ്നു ഇസാഖിന്റെയും സീറത്ത് ഇബ്നു ഹിഷാമിലൊക്കെ ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ മദീനയിലെ 13, 14, 15 കണ്ടീഷൻസിലെ അതിലെ എന്താ പറയാ, അതിലെ സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള പ്രയോഗമാണ് ഈ സ്വഹീഫത്തിലുണ്ട്, ആ ചുരുളുകളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹു ഇറ്റ് വാസ് റിട്ടൺ ദാറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നതായി അലി റളിയല്ലാഹു അൻഹു വായിച്ച ഭാഗമാണ് ഈ പറഞ്ഞ 3 ഭാഗം സ്വഹീൽ ബുഖാരിയിൽ വന്നതാണ്. അപ്പൊ ഈ പരാമർശങ്ങൾ, ഇതേ ചില പരാമർശങ്ങൾ നമ്മൾ ചർച്ചയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ മദീനയുമായി ബന്ധപ്പെട്ട് ആണ് എന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാവും. അത് കൂടാതെ തന്നെ ഇതിനെ വിമർശനാത്മകമായി പഠിച്ച ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ മദീന സം നോട്ട്സ് എന്ന് പറയുന്ന യു റൂബിൻ എന്ന് പറയുന്ന ചരിത്രകാരൻ
അത് നിങ്ങൾക്ക് കാണാം, almuslih.org. യു റൂബിൻ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ മദീന. ഒന്ന് സൂം ചെയ്തിട്ടില്ലേ ഫോൺസ്? അപ്പൊ ഒന്നുകൂടി സ്ക്രീൻ കുറച്ച് വലുതാക്കുകയാണെങ്കിൽ എഴുത്ത് കറക്റ്റ് കാണാം, വായിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴോ? കറക്റ്റ് ഓക്കെ. കാണാം, റൂബിൻ യു, കോൺസ്റ്റിറ്റ്യൂഷൻ മദീന. ഓക്കെ, ദ പാരീസ് ഫ്രഞ്ച്. അപ്പൊ ഇതിൽ കാണാം ഡോക്യുമെന്റ് നോൺ ആസ്. ഇത് നമ്മളിവിടെ നമ്മൾ പറഞ്ഞു, നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വെസ്റ്റേൺ സ്കോളേഴ്സ് എങ്ങനെയാണ് ഇതിനെ കണ്ടത്, അതിനെക്കുറിച്ച് പഠിച്ച ആൾക്കാർ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മൂന്നാമത്തെ 3 ചോദ്യങ്ങൾ. ഇവിടെ പ്രധാനപ്പെട്ട സ്വതന്ത്രം ചോദിക്കുന്ന 3 ചോദ്യം എന്താണ്? ബനു ഖുറൈള, ബനു നദീറിനെ കുറിച്ച്, ബനു ഖുറൈളയെ കുറിച്ചൊക്കെ എവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ മദീന, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ മദീന, അത് എവിടെ, അതിനെ കുറിച്ച് സനദില്ലല്ലോ. സനദില്ല എന്നതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. സനദില്ല എന്നുള്ള കാരണം കൊണ്ട് ഇസ്ലാമിക ലോകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ മദീന ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു സ്വഹീഫത്ത് നിലനിന്നിരുന്നു എന്നതിനെ കുറിച്ച് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അടക്കം ഉള്ള തഫ്സീർ എഴുതിയ പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സീറകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിലുണ്ടാകാനുള്ള സാധ്യതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞ എന്താണ്? ഇതിന്റെ ചില ഈ പറഞ്ഞ നമ്മൾ ഇന്ന് തർക്കത്തിലിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ മദീനയിലെ ചില പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വഹീഫത്തിനെ കുറിച്ച്, ഒരു ചുരുളുകളെ കുറിച്ച് അലി റളിയല്ലാഹു പറഞ്ഞതായിട്ട് സ്വഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമ്മളിവിടെ വായിച്ചു. 3 കാര്യങ്ങളാണ്. ഒന്ന് ഈ പറഞ്ഞ ഇതിനെക്കുറിച്ച് ഇസ്നാദില്ല, സനദില്ല എന്നത് ഉറപ്പാണ്. സനദില്ല, സ്വഹീഹായ സനദില്ല എന്ന് ഇവർ വാദിക്കുന്നത് അത് ശരിയാണ്. പക്ഷെ സനദില്ല എന്നത് കൊണ്ട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഈ സ്വഹീഫത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ പോയിട്ടില്ല എന്നതിന് കാരണം, അതിന് ഉദാഹരണമാണ് പറയും ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അടക്കം തഫ്സീർ എഴുതിയ പണ്ഡിതന്മാർ അവരുടെ സീറകളിൽ സ്വഹീഫത്തിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്, അതിന്റെ വാലിഡിറ്റിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, അതിന്റെ പ്രായോഗികതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത്, ഇതേ സ്വഹീഫത്തിനെ കുറിച്ച് ഈ പറഞ്ഞ പരാമർശങ്ങൾ, സ്വഹീഫത്തിലുള്ള പരാമർശങ്ങളെ, ചില പരാമർശങ്ങൾ അതിന്റെ വാക്യാർത്ഥത്തിൽ തന്നെ എങ്ങനെയാണോ നമ്മളെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മദീനയിൽ കാണുന്ന അതിലുള്ളതുപോലെ തന്നെ ഉള്ള സ്റ്റേറ്റ്മെന്റ്സിന് സമാനമായ പരാമർശങ്ങളുള്ള സ്വഹീഫത്തിനെ കുറിച്ച് അലി റളിയല്ലാഹു പറഞ്ഞിട്ട് സ്വഹീൽ ബുഖാരിയിൽ വന്നിട്ടുണ്ട്. അപ്പോ ചില സൂചനകൾ സ്വഹീൽ ബുഖാരിയിലുമുണ്ട്, തഫ്സീർ എഴുതിയ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലുമുണ്ട്. അതേ തഫ്സീർ എഴുതിയ പണ്ഡിതൻ ഇബ്നു കസീർ റഹിമഹുള്ളയുടെ സീറകളിലടക്കം അതിന്റെ പരാമർശമുണ്ട്. അപ്പൊ എന്താണ് അവിടെ? സനദില്ല എന്നതുകൊണ്ട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഇതിനെ സമ്പൂർണമായി തള്ളിക്കളഞ്ഞിട്ടില്ല. ഇതിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച്, അങ്ങനെ ഒരു കരാർ ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള സാധ്യത തള്ളിക്കളഞ്ഞില്ല. ഇനി കരാർ ഉണ്ട് എന്ന് സ്ഥാപിച്ചാൽ അടുത്തത് ഇവർ പറയുന്നത്, ഇനി കരാറുണ്ടെങ്കിൽ തന്നെ അതിലെവിടെ ബനു നദീറും ബനു ഖൈനുഖയും ബനു ഖുറൈളയും അതിനെക്കുറിച്ച് അവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്നവർ പറയും. അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ബനു നദീർ, ബനു ഖൈനുഖ, ബനു ഖുറൈള എന്ന് പ്രത്യേകം എടുത്തു പറയാത്തത്? അവിടെ യഹൂദന്മാർ എന്ന് മൊത്തത്തിൽ കാണാം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മദീനയിൽ യഹൂദന്മാർ എന്ന് പ്രത്യേകം കാണാം, യഹൂദന്മാരെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അത് പോരാ, യഹൂദന്മാരെന്ന് പറഞ്ഞാൽ പോരാ, യഹൂദന്മാരിൽ തന്നെ ബനു നദീർന്നും ബനു ഖൈനുഖ, ബനു ഖുറൈള എന്നും കണ്ടേ പറ്റൂ എന്ന് വാശി പിടിക്കുന്നവർക്കുള്ള മറുപടി വെസ്റ്റേൺ സ്കോളേഴ്സ് കൊടുക്കുന്നുണ്ട്. അതിന് അവരെടുക്കുന്ന ഉദാഹരണം നമ്മൾ സാധാരണ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണുക. നാളെ RSSകാരൻ വന്നിട്ട് പറയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ, അതിൽ മുസ്ലിംസും ക്രിസ്ത്യൻസും പെടൂല. എവിടെ മുസ്ലിംസും ക്രിസ്ത്യൻസും ചോദിച്ചാൽ അത് പൊട്ടത്തരം എന്നാണ് പറയാ. ഇന്ത്യയുടെ ഈ ഭൂമിക്ക് അകത്ത് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന, ഇന്ത്യയുടെ നാഷണൽ ഐഡന്റി കാർഡ് കൊടുക്കുന്ന ഏതൊരു പൗരനും സ്വാഭാവികമായിട്ടും ഈ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ള ആ ഒരു കുടക്കീഴിൽ പെടും. അവരെല്ലാം ഇന്ത്യക്കാരാണ്. അതിൽ പ്രത്യേകം മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, ഹിന്ദുസ് എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ നാളെ ഈ പറയുന്ന ലിയാഖത്ത് അലി വന്നിട്ട് പറയാണ് മുസ്ലിംസ് ഓഫ് കേരള എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്റെ തറവാടിന്റെ പേര് അതിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ? മുസ്ലിംസ് ഓഫ് കേരള എന്ന് പറഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ ലിയാഖത്ത് അലി എക്സ് മുസ്ലിം എന്ന് പറഞ്ഞു നടന്നാലും
ഈ പറഞ്ഞ മുസ്ലിംസ് ഓഫ് കേരള എന്ന് പറയുന്ന ആ മൊത്തം കുടക്കീഴിൽ ലിയാഖത്ത് അലിയും പെടും, ലിയാഖത്തിന്റെ തറവാടിന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ഗോത്രത്തെയും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ആ രാജ്യത്തിന്, ഒരു സമൂഹത്തിന്, ഒരു സ്വഹൈഫത്ത്, ഒരു 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 കരാർ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ രണ്ട് രീതിയിലും ആ പരാമർശം കാണാം. ഒന്ന്, യഹൂദന്മാർ എന്ന് പൊതുവായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഈ യഹൂദന്മാർ ബന്ധപ്പെട്ട് കിടക്കുന്ന അറബ് പ്രധാനപ്പെട്ട ഗോത്രം ഔസ് ഖസ്റജ് ഗോത്രങ്ങളെ കുറിച്ചും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഔസ് ഖസ്റജ് ഗോത്രങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ യഹൂദന്മാരെ മൊത്തത്തിലും പറഞ്ഞ സ്ഥിതിക്ക് ഈ കരാറിന്റെ ഭാഗം തന്നെയാണ് ബനു നദീറും ബനു ഖൈനുഖാവും ബനു ഖറളയും. ഏതുപോലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ഇന്ത്യയെ കുറിച്ച് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞാൽ അതിൽ ഇവിടുത്തെ യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹൈന്ദവരും ബുദ്ധന്മാരും ജൈനമതക്കാരും എങ്ങനെ പെടുന്നോ അതേപോലെ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ മദീനയിൽ ഈ സ്വഹീഫത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന എല്ലാ പുസ്തകങ്ങളും പരിശോധിക്കാൻ ഞാൻ അടുത്ത പുസ്തകം ഞാൻ ഇവിടെ ഇടാം. ഇബ്നു ഇസാക്കിന്റെ ഇതാണ്. അതിന്റെ ഹെഡിങ് തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. കാണുന്നില്ല, വന്നിട്ടില്ല. ഒരു മിനിറ്റ്, ഞാൻ വരാം. നബീൽക്ക ലിയാഖത്തിന്റെ കുടുംബപ്പേര് കാണുന്നില്ലല്ലോ, പറയുമ്പോൾ ഭരണഘടനയില് ഒരു പ്രശ്നമാണ്. ലിയാഖത്ത് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം സനദല്ലേ? എവിടെ ഒരാള് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടില്ലേ? അതിനാ നോക്കിയേ, അതിനകത്ത് ഇവിടെ കാണാം ഈ ഇതുണ്ട്, ദ കവനന്റ് ബിറ്റ്വീൻ ദ മുസ്ലിംസ് ആൻഡ് ദ മദീന ഒന്ന് സൂം ചെയ്യോ ആൻഡ് വിത്ത് ദ ജ്യൂസ്. ഓക്കെ, അതിന്റെ ഹെഡിങ് തന്നെ എന്താ കൊടുത്തേക്കുന്നത്? ഒന്നുകൂടി നോക്കിയോ, ശ്രദ്ധിച്ചു നോക്കിയോ, കാണാമോ? ദ കവനന്റ് ബിറ്റ്വീൻ, കാണാമോ? ദ കവനന്റ് ബിറ്റ്വീൻ ദ മുസ്ലിംസ് ആൻഡ് ദ മദീനൻസ് ആൻഡ് വിത്ത് ദ ജ്യൂസ്. കണ്ടോ? യഹൂദന്മാരും മദീനക്കാരും മുസ്ലിങ്ങളും എല്ലാം കൂടി ചേർന്നുള്ള അവരുടെ കരാർ. ആ കരാറിൽ മുസ്ലിങ്ങളുണ്ട്, ഔസ് ഖസ്റജ് ഗോത്രക്കാരുണ്ട്, അവരുടെ കീഴിലുള്ള യഹൂദന്മാരുണ്ട്. അപ്പോൾ തന്നെ അവിടെയുള്ള എല്ലാവരും പെട്ടു. ഏതുപോലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹെഡിങ്ങിൽ, തലവാചകത്തിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ ഹിന്ദുക്കളും ക്രൈസ്തവരും യഹൂദരും ജൈനരും ബുദ്ധരും എല്ലാവരും പെടുന്നത് പോലെ പ്രത്യേകം മുസ്ലിങ്ങൾ, പ്രത്യേകം ക്രിസ്ത്യാനികൾ, പ്രത്യേകം ഹിന്ദുക്കൾ എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാൽ ആ പറഞ്ഞവനെ പോയത്തക്കാരെന്ന് നമ്മൾ പറയും. അങ്ങനെ പറഞ്ഞവർക്ക് അത് ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓരോരുത്തരും തറവാട്ട് പേര് എടുത്ത് പറയാറില്ല. മണ്ടത്തരല്ലേ? യഹൂദന്മാരെ മൊത്തത്തിൽ ഒറ്റ കാറ്റഗറി അതിന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ 16ാമത്തെ ഖണ്ഡികയിൽ പോയി കഴിഞ്ഞാൽ, 16ാമത്തെ പോയിന്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ തുടങ്ങാം. ആ പോയിന്റ് തുടങ്ങുന്നത് എങ്ങനെയാണ്? മെൻഷൻ ഓഫ് ദി ജൂസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ മദീന. യഹൂദന്മാരെ കുറിച്ച് ആദ്യം പറയുന്ന പരാമർശം ഈ 16ാമത്തെ പോയിന്റിലാണ്. എന്താണ്? ജൂസ് ഹു ജോയിൻ അസ് ആസ് ക്ലയൻസ്. അത് വേണമെങ്കിൽ ഒന്നുകൂടെ സൂം ചെയ്യാം. അതില് ആ 16ാമത്തെ ഖണ്ഡികയാണ്, 16ാമത്തെ പോയിന്റ് ആണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ. നിലവിൽ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ മദീനയിലെ 16ാമത്തെ പോയിന്റ് ആണ്. എന്ത്? The Jews who join us as clients, Bani Man Tabe'ana min Yahud, will receive aid and parity or favor. They will not be wronged, or will their enemies be aided against them. യഹൂദന്മാരെ ഉപദ്രവിക്കുകയില്ല, അവരെ ശത്രുക്കൾക്കെതിരെ അവരെ ഈ പറഞ്ഞതുപോലെ അവർക്ക് ഉപദ്രവകരമായ രീതിയിൽ അവരെ തിരിച്ചുവിടുകയുമില്ല. ഇത് യഹൂദന്മാരെ കുറിച്ച് ആദ്യം വരുന്ന പരാമർശമാണ് ഈ സ്വഹൈഫത്തിൽ. ഇവിടെ പറഞ്ഞതുപോലെ യഹൂദന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യഹൂദന്മാർ സഖ്യകക്ഷികളായിട്ടുള്ള ഔസ് ഖസ്റജ് ഗോത്രങ്ങളെ കുറിച്ച് ഇതിന്റെ പരാമർശമുണ്ട്. മൊത്തത്തിൽ മദീനക്കാർ എന്ന രീതിയിലാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ പറഞ്ഞ അതിന്റെ ഹെഡിങ്. ചരിത്ര ഗ്രന്ഥങ്ങൾ, ഇബ്നു ഇസാഖിന്റെ ചരിത്രത്തിൽ അതിന് കൊടുത്ത ഹെഡിങ് തന്നെ ദ കവനന്റ് ബിറ്റ്വീൻ മുസ്ലിംസ്, മദീനൻസ് ആൻഡ് ദ ജൂസ് എന്ന് പറഞ്ഞാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കി. എന്താണ് ഈ പറഞ്ഞ ചരിത്രത്തിൽ ഈ കവനന്റ് സ്വഹീഫത്ത് എന്നൊരു ഈ പറഞ്ഞ സംഭവം, അതിന് സനദില്ല, അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല. കാരണം സനദില്ല എന്നതുകൊണ്ട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഈ സ്വഹീഫത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ പോയിട്ടില്ല. എന്തുകൊണ്ട് ചർച്ച? അതിന് ഉദാഹരണം എന്താണ്?
ഇബ്നു കസീർ റഹിമുള്ള തഫ്സീർ എഴുതിയ ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആന്റെ ഏറ്റവും പ്രാമാണികമായ തഫ്സീർ ഇബ്നു കസീർ റഹിമുള്ള അദ്ദേഹത്തിന്റെ സീറത്തുൻ നബവിയ അതിനകത്ത് ഈ സ്വഹീഫത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചർച്ച ചെയ്യാതിരിക്കുക, ഇത് ചർച്ച ചെയ്യുന്ന മറ്റൊരു കാരണം, ഈ പറഞ്ഞ സ്വഹീഫത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന നമ്മുടെ മുമ്പിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ മദീനയിലുള്ള ചില വിഷയങ്ങൾ, ചില പരാമർശങ്ങൾ, ഫോർ എക്സാമ്പിൾ 13, 14, 15 തുടങ്ങിയ ഖണ്ഡിക, അതിന്റെ ചില പരാമർശങ്ങൾ നേരത്തെ ഞാൻ കാണിച്ച സ്വഹീഹുൽ ബുഖാരിയിലെ ഈ പറഞ്ഞ സ്വഹീഹുൽ ബുഖാരിയിലെ ഈ 7302 ഹദീസിനകത്ത് അലി റളിയല്ലാഹു അൻഹു ഒരു ചുരുൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സ്വഹീഫത്തിനെ കാണിച്ചുകൊണ്ട് അതിനകത്ത് ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ ബ്ലഡ് മണിയെ കുറിച്ചും അതുപോലെ മദീനയുടെ ആ ഒരു ശുദ്ധമായ അവസ്ഥ, അതിന്റെ അല്ലെങ്കിൽ പുണ്യമായ സ്ഥലം, അതിനെ സംരക്ഷിക്കുന്നതിന്റെ കാര്യത്തെക്കുറിച്ചും, അതുപോലെ തന്നെ ഈ പറഞ്ഞ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട അവർ സംരക്ഷണം കൊടുക്കുന്നവർ, അവർക്കെതിരെ അവർ സംരക്ഷിക്കപ്പെടണം, അവർക്കെതിരെ ഒരു തരത്തിൽ അക്രമങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ഏതുപോലെ അതിനകത്ത് കാണുന്ന പോലെയുള്ള പരാമർശങ്ങൾ ആ സ്വഹീഫത്തിലും കാണാം. അത് സ്വഹീൽ ബുഖാരിയിൽ പറഞ്ഞിട്ടുള്ള, അത് സനദുള്ള റിപ്പോർട്ടാണ്, അത് സ്വഹീൽ ബുഖാരിയിൽ വന്നതാണ്. അതുകൊണ്ട് എന്തായാലും അതിനെക്കുറിച്ച് ആർക്കും തർക്കം ഉണ്ടാക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു സ്വഹീഫത്തിനെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഇത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മദീന അത് നമുക്ക് ചർച്ച ചെയ്യാം. ഇത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരാണ്. ഇനി വെസ്റ്റേൺ സ്കോളേഴ്സ് ചർച്ച ചെയ്ത വിഷയമാണ് ഞാൻ റൂബിൻ യു എന്ന് പറയുന്ന അദ്ദേഹം ചരിത്രകാരൻ ചർച്ച ചെയ്ത. അതിനകത്ത് അദ്ദേഹം നിരവധിയായിട്ടുള്ള വെസ്റ്റേൺ സ്കോളേഴ്സിനെ കുറിച്ച് വൽഹുസിനെ പോലെ, വെൻസിങ്ങിനെ പോലെയുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള വെസ്റ്റേൺ ജർമ്മൻ സ്കോളേഴ്സ്, ഹിസ്റ്റോറിയൻസ്, അവരെ കുറിച്ച് അദ്ദേഹം കോട്ട് ചെയ്തുകൊണ്ട് ഇതിനകത്ത് സംസാരിക്കുന്നത്. നമുക്ക് അതിലോട്ട് പോവാം. അതാണ് ഇനി അടുത്ത് നിങ്ങളുടെ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് document known as the Constitution Medina has been studied by the Western scholars. Among them was already J. Wellhausen. J. Wellhausen എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ സ്കോളർ ആണ്. അതുപോലെ and was who analyzed and divided documents into articles. His division was adopted by Wensink, Watt and others. Wensink എന്ന് പറയുന്നതും ഒരു ജർമ്മൻ സ്കോളറാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തെ അറിയപ്പെടുന്നത്, നമുക്ക് പുതിയൊരു വാക്കാണ്, നമുക്കറിയാം, നമുക്ക് പരിചയമുള്ള എന്നാൽ പലർക്കും പരിചയമില്ലാത്തൊരു പുതിയ ഇസ്ലാമിസിസ്റ്റ് എന്നാ പറയാ. ഇസ്ലാമിസ്റ്റ് അല്ല കേട്ടോ. ഇസ്ലാമിസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ, വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുന്ന വ്യക്തി എന്ന അർത്ഥത്തിലാണ്. അപ്പോ ആ രീതിയിൽ ഒന്ന് ജർമ്മൻ സ്കോളറാണ്. ഏതുപോലെ ബിബ്ലിസിസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അപ്പൊ ബിബ്ലിസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാള് ബൈബിളിനെ കുറിച്ച് പഠിപ്പിക്കുന്ന, ബൈബിളിന്റെ ചരിത്രങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന അങ്ങനെ ഒരു പ്രയോഗമാണ്. അതുപോലെ ഒരു പ്രയോഗമാണ് ഇവിടെ ഇസ്ലാമിസിസ്റ്റ് എന്ന് പറഞ്ഞ പ്രയോഗം. അപ്പോ ഈ പറഞ്ഞ വെൻസിംഗും വെൽഹ്യൂസനും ഒക്കെ പറയുന്ന നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇവരൊക്കെ ആരാണെന്ന്, ഇവരെ വേറെ ബോർഡ്സ് എന്താണെന്ന്, ഇവർ എഴുതിയ പുസ്തകങ്ങൾ ഇതൊക്കെ നമുക്ക് പരിശോധിക്കാൻ പറ്റും. ഞാൻ ആ ഡീറ്റെയിലും കൊണ്ട് പോകുന്നില്ല. എനിവേ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ വെസ്റ്റേൺ സ്കോളേഴ്സ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത ഭാഗമാണ് നമ്മൾ ഇതിൽ പരിശോധിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഒന്നാമത്തെ പോയിന്റ് ജ്യൂസ് ഓഫ് ബനു സോ ആൻഡ് സോ എന്ന് പറഞ്ഞ പ്രയോഗമാണ്. ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനിൽ ജ്യൂസ് ഓഫ് ബനു ആൻഡ് സോ, അതായത് ഈ പറഞ്ഞ ഇന്ന ഗോത്രങ്ങളിലെ യഹൂദന്മാർ, അവരുടെ മക്കൾ, ബനു സോ ആൻഡ് സോ എന്ന് പറഞ്ഞ അവർ ഈ ചെറിയ ഗോത്രങ്ങളിലെ ആൾക്കാർ എന്ന രീതിയിലുള്ള പരാമർശം. അവിടെ one of the main objects of the constitution was to determine the relation between Muslims and Jews of Medina within framework of a new kind of unity. ഒരു പുതിയ തരം യൂണിറ്റി. കാരണം അത്രയും നാൾ അവർ ഈ യഹൂദന്മാർ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് നമുക്കറിയാം. അവിടുത്തെ ഔസ് ഹസ്രജ് ഗോത്രങ്ങളെ തമ്മിലടിപ്പിക്കുക, അതിൽ നിന്ന് മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രക്തം ഊറ്റി കുടിക്കുക, ആ പരിപാടി നടത്തിയിരുന്നത്. അപ്പൊ അതെല്ലാം റസൂൽ സല്ലം നിർത്തി. അത് അവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കി. അവിടെ അത് കൂടാതെ അവിടെയുള്ള മുസ്ലിങ്ങളും അവിടെയുള്ള യഹൂദന്മാരും തമ്മിലുള്ള ഒരു കരാർ, ഒരു സമാധാന കരാർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വഹീഫത്ത് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഉണ്ടാക്കുക എന്ന് ഒരു ഭാവി സമാധാനത്തിന് വേണ്ടി സമാധാന കരാർ ഉണ്ടാക്കി എടുക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ആ കരാറിൽ അത് വിശദീകരിച്ചതിന് ശേഷം അതിൽ അദ്ദേഹം പറയാണ്, ഇൻ വ്യൂ ഓഫ് ദിസ് വൺ മസ്റ്റ് അഡോപ്റ്റ്
വാൽ ഹ്യൂസൻസ് ഇന്റർപ്രിട്ടേഷൻ, പേജ് നമ്പർ 130. വാൽ ഹ്യൂസന്റെ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ മദീനയെ കുറിച്ചുള്ള ഇന്റർപ്രിട്ടേഷൻ ഇറങ്ങിയ പുസ്തകമുണ്ട്, അതിന്റെ പേജ് നമ്പർ 130. അക്കോർഡിംഗ് വിച്ച് യഹൂദ് ബനി refers to genuine Jewish groups. യഹൂദ് ബനി എന്ന പ്രയോഗം, ആ കോൺസ്റ്റിറ്റ്യൂഷൻ മദീനയിൽ പറഞ്ഞിട്ടുള്ള യഹൂദ് ബനി എന്ന് പറഞ്ഞ പ്രയോഗം ഈ പറഞ്ഞ ജെന്യൂൻ ആയിട്ടുള്ള യഹൂദ് ജൂയിഷ് ഗ്രൂപ്പ്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ സം റീസൺ ആർ കോൾഡ് ബൈ ദ നെയിംസ് ഓഫ് ദോസ് അറബ് ക്ലാൻസ് ഓഫ് മദീന എമംഗ് ഹൂം ദേ ലിവ്ഡ്. അഥവാ അന്ന് അവിടെ പ്രധാനികളായിട്ടുള്ള ഔസ് ഖസർജ് ഗോത്രങ്ങളുമായി ചേർന്ന് ജീവിച്ചത് കൊണ്ട് അവരുമായി ചേർത്തുകൊണ്ടാണ് ആ യഹൂദന്മാരുടെ ഗോത്രവും അറിയപ്പെട്ടിരുന്നത്. ബട്ട് ദ ഐഡന്റിറ്റി ഓഫ് ദീസ് ഗ്രൂപ്പ്സ് ഈസ് ഇറ്റ് ഒബ്സ്ക്യൂർ. ആ ഓരോ ഗ്രൂപ്പ്സ് ഈ പറഞ്ഞ ബനു നദീറും ബനു ഖൈനുഖ ബനു ഖുറൈള കൂടാതെ തന്നെ ധാരാളം മറ്റു ചെറിയ ചെറിയ ഗോത്രങ്ങളും ഉണ്ടായിരുന്നു. Wal Hussein, followed by Wensing and others, thought that they belonged to the great Jewish tribes, either to Al-Nadir, Qurayza or to Gainuqa. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 3 ഗോത്രങ്ങളാണ് അൽ നദീർ, ഖുറൈസ, കൈനുക്ക. അതല്ലാത്ത മറ്റു ഗോത്രങ്ങളുമുണ്ട്. പക്ഷേ പ്രധാനമായിട്ടുള്ള ഈ ജൂയിഷ് ഗ്രൂപ്പ്സ്, യഹൂദ് ബനി എന്ന് പറയുന്ന ജെന്യൂൻ ആയിട്ടുള്ള ജൂയിഷ് ഗ്രൂപ്പ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഈ പറഞ്ഞ 3 ഗോത്രങ്ങളിൽ പെടും, അല്ലെങ്കിൽ ഇതല്ലാത്ത ചെറിയ യഹൂദ ഗോത്രങ്ങളിൽ പെടും. എന്നിരുന്നാൽ തന്നെയും ആ പറഞ്ഞ യഹൂദ ഗോത്രങ്ങളെ പ്രത്യേകം പറയാതെ ഔസ് ഖസർജ് ഗോത്രങ്ങളെ മൊത്തത്തിൽ പറഞ്ഞത് കൊണ്ട് തന്നെ, അതല്ലാതെ ജ്യൂസിനെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ കരാറിന്റെ ഭാഗമായി ബനു ഖുറൈളക്കാരും ബനു ഖൈനുഖയും ബനു നദീറും വരില്ല എന്ന് പറഞ്ഞ സ്വതന്ത്ര ചിന്തകരുടെയും യുക്തിവാദികളുടെയും യുക്തിയില്ലായ്മയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. നേരത്തെ അതിന് ഉദാഹരണമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ച് പറഞ്ഞത്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയാം. ദ ഫാക്ട് ദാറ്റ് ദേ ആർ നോട്ട് കോൾഡ് ബൈ ദ നെയിം ഓഫ് ദെയർ ഓൺ ട്രൈബ് സെർവ് അക്കോർഡിംഗ് ടു വെൽ ഹുസൈൻ ടു ഐഡന്റിഫൈ ദ ജൂസ് ആസ് ക്ലയന്റ്സ് ഓഫ് ദ അറബ് മദീനിയൻ ട്രൈബ്സ്. ആ പോയിന്റ്, ആ ഭാഗം ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് ബനു നദീറിനെ കുറിച്ചും ബനു ഖുറൈളയെ കുറിച്ചും ബനു ഖൈനുഖയും പ്രത്യേകം കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു പറയാത്ത കാരണം, യഹൂദന്മാരെ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ യഹൂദന്മാരെ ഈ പറഞ്ഞ ഔസ് ഖസർജ് ഗോത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് യഹൂദന്മാരെ കുറിച്ച് അല്ലാതെയും പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബനു നദീറുകാരും ബനു ഖുറൈളക്കാരും ബനു ഖൈനുഖയും ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടുണ്ട്. അവരിനി പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലും അങ്ങനെ ഓരോരുത്തരും തറവാട്ട് പേരെടുത്ത് പറയാറില്ല, മൊത്തത്തിലാണ് പറയുക. അതുകൊണ്ട് തന്നെ എല്ലാ പൗരന്മാരും, ആ രാഷ്ട്രത്തിൽ നിയമിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അവിടെയുള്ള വാക്കുകൾ നിങ്ങൾ വെച്ചത്, അവിടെ എല്ലാ പൗരന്മാരും ഒരു നേഷൻ, ഒരു യൂണിറ്റി, ഒരു ഉമ്മ, ഒരു നേഷനെ പോലെ പ്രവർത്തിക്കണം. ആരും ഒറ്റുകൊടുക്കാൻ പാടില്ല. ആർക്കും ശത്രുക്കൾക്ക് വേണ്ടി ഈ പറഞ്ഞ ചാരപ്രവൃത്തി ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവർക്കെതിരെ ശിക്ഷ നടത്തുന്നതിനെ കുറിച്ച് എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആരാണ്? അദ്ദേഹം ഔസ് ഗോത്രത്തിന്റെ പ്രധാനിയാണ്, ചീഫാണ്. ഔസ് ഗോത്രത്തിന്റെ പ്രധാനിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അന്നുണ്ടായ ഇസ്ലാം സ്വീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ. അതുകൊണ്ട് തന്നെ ആ ഔസ് ഗോത്രവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് ബനു ഖുറൈളക്കാരാണ്. ബനു ഖുറൈളക്കാർ ഈ പറഞ്ഞ ചതിപ്രയോഗത്തിൽ അവർ ഈ വഞ്ചന കാണിച്ച രാഷ്ട്രത്തിന്റെ ഈ പറഞ്ഞ ചതിപ്രയോഗം, ഇപ്പൊ 25 പേരെ പിടിച്ചിട്ടുണ്ടല്ലോ. 25 സംഖ്യകൾ രാഷ്ട്രത്തിന്റെ ഒറ്റുകൂട്ടത്തിനെ പറ്റി ചിന്തിച്ച് എന്താണ് ലിയാഖത്ത് അലിക്ക് അവർക്ക് എടുക്കേണ്ട നിലപാടിനെ കുറിച്ച് ലിയാഖത്തിന്റെ അഭിപ്രായം? ഇന്ത്യക്കകത്തുള്ള വിവരങ്ങൾ, ഇന്നലെ ഒരു ബ്ലോഗർ അടക്കം പിടിക്കപ്പെട്ടിട്ടുണ്ട്. ആ ബ്ലോഗറെ അടക്കം ജനൻ ടിവിയിൽ ചർച്ച നടക്കുന്നില്ല, ആരിഫ് സംസാരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. ആ 25 പേര്, ആ വഞ്ചന നടത്തിയ 25 പേരോട് എന്ത് നിലപാട് സ്വീകരിക്കണം? ഈ പറഞ്ഞ ബനു നദീറയും ബനു ഖൈനുഖയും പറഞ്ഞ നാട് കടത്തലാണെങ്കിൽ, അല്ലെങ്കിൽ അവർ അത് പ്രവാചകൻ സല്ലല്ലാഹു അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബനു ഖുറൈളക്കാരുടെ വിഷയത്തിൽ അവർ കുറച്ചുകൂടി വാശി പിടിച്ചു. അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ പ്രവാചകന്റെ നിർദ്ദേശമല്ല അംഗീകരിക്കുക, സഅദ് ഇബ്നു മുആദ് പറയട്ടെ, അതും അവരുടെ പുസ്തകം അനുസരിച്ച് മാത്രമേ, അവരുടെ തോറ അനുസരിച്ചുള്ള പുസ്തകം അനുസരിച്ചുള്ളത് മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. തോറയിൽ ഈ പറഞ്ഞ വഞ്ചന നടത്തിയ, അല്ലെങ്കിൽ യുദ്ധത്തിൽ ഈ പറഞ്ഞ രീതിയിൽ പുരുഷന്മാർ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്താൽ, അങ്ങനെ അവർക്ക് എന്തെങ്കിലും യുദ്ധവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ശിക്ഷാ നടപടി ഉണ്ടെങ്കിൽ അത് പ്രവാചകന്റെ അതിൽ നിർദ്ദേശം നമ്മൾ അംഗീകരിക്കില്ല. നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ സഖ്യകക്ഷിയെ ഔസ് ഗോത്രത്തിന്റെ നേതാവായ സഅദ് ഇബ്നു മുആദ് പറയണം. അതും എങ്ങനെ പറയണം? അവരുടെ പുസ്തകം അനുസരിച്ച് വിധി പറയണം. ഖുർആൻ സുന്നത്ത് അനുസരിച്ച് പോരാ, ഈ പറഞ്ഞ അവരുടെ തോറ അനുസരിച്ച് പറയണം. എന്താണ് തോറയിലെ നിയമം? എന്താണ് അത്? ക്രൈസ്തവർക്കുള്ള മറുപടിയും കൂടെ കേട്ടോ. പഴയ നിയമം എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ആൾക്കാർക്കുള്ള, അത് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല.
അവർ പറഞ്ഞു തോറ അനുസരിച്ച് പറഞ്ഞാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം, എന്താ പറയാ, നിങ്ങൾക്ക് നിങ്ങളുടെ നിയമം, അവിടുത്തെ അന്നത്തെ പേഴ്സണൽ ലോ, ജൂയിഷ് പേഴ്സണൽ ലോ, അവരുടെ പുസ്തകം അനുസരിച്ച് വിധി പറയാം. എന്താണ് അവരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വിധി? നോക്ക്, തോറ, ഇന്നത്തെ സത്യവേദ പുസ്തകം, അതിലെ ആവർത്തന പുസ്തകം 20-ാം അധ്യായം നമുക്കൊന്ന് പരിശോധിക്കാം. ആവർത്തന പുസ്തകം 20-ാം അധ്യായത്തിലെ ഇത് എന്താണ് ശ്രദ്ധിക്കുക, നോട്ട് ദ പോയിന്റ്. ഇവർ ഈ പറഞ്ഞ ഖന്തക് യുദ്ധവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രത്തിനെതിരെ ഒരു ചതിപ്രയോഗം നടത്തി. ഓക്കെ, രാഷ്ട്രത്തിന് ചരിത്രപ്രയോഗം നടത്തിയത് മാത്രമല്ല, അത് അവർ പിടിക്കപ്പെട്ടു. അവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ എല്ലാവരും യോജിച്ചു. ഈ പറഞ്ഞ മദീനയിൽ അപ്പൊ റസൂൽ സല്ലം നേരത്തെ ഓൾറെഡി നദീർകാരെയും ബനു കൈനുക്കാവ് ഇതുപോലെ നാട് കടത്തുക ചെയ്തത്. പക്ഷെ ബനു ഖുറൈളക്കാർ പറഞ്ഞു അത് പറ്റൂല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് അന്തിമ വിധി പറയാൻ പാടില്ല, ഞങ്ങളുടെ വിധി പറയേണ്ടത് ആര് പറയണം? നമ്മൾ സഖ്യകക്ഷിയായിട്ടുള്ള ഔസ് ഗോത്രത്തിന്റെ തലവനായിട്ടുള്ള സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയണം. അതും എങ്ങനെ പറയണം? ഈ പറഞ്ഞ പോലെ അവരുടെ തോറ അനുസരിച്ച് വിധി പറയണം. അവരുടെ വചനം തന്നെ പറഞ്ഞു 20-ാം അധ്യായത്തിലെ ആവർത്തന പുസ്തകം 20-ാം അധ്യായത്തിലെ 10 മുതൽ 14 വരെയുള്ള വചനങ്ങളെ അടിസ്ഥാനമാക്കിയിരിക്കണം വിധി പറയേണ്ടത് എന്ന് പറഞ്ഞു. ഓക്കെ, ആ വചനം ഇതാണ്, നിങ്ങൾ സ്ക്രീനിൽ നോക്കുക. നീ ഒരു പട്ടണത്തോട് യുദ്ധം ചെയ്യുവാൻ അടുത്തു ചെല്ലുമ്പോൾ സമാധാനം വിളിച്ചു പറയണം. സമാധാനം എന്ന് മറുപടി പറഞ്ഞ് വാതിൽ തുറന്നു തന്നാൽ അതിലുള്ള ജനമെല്ലാം നിനക്ക് ഊഴിവേലക്കാരായി സേവ ചെയ്യണം. എന്നാൽ അത് നിന്നോട് സമാധാനമാകാതെ യുദ്ധം ചെയ്യുന്നുവെങ്കിൽ അതിനെ നിരോധിക്കണം. ഈ പറഞ്ഞ ബനു ഖുറൈളക്കാർ അവർ എന്ത് ചെയ്തു? മദീനക്കാരുമായി സമാധാനത്തിൽ പോകാൻ തയ്യാറല്ല. അവരുമായിട്ടുള്ള പ്രത്യക്ഷമായ പോരിലാണ്. ഭരണാധികാരിക്കെതിരെ പോരാട്ടം മാത്രമല്ല, ശത്രുക്കൾക്ക് വേണ്ടി അവർ അവരുടെ വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇനി അടുത്ത അവരുടെ കൽപ്പന, നിന്റെ ദൈവമായ യഹോവ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം അതിലുള്ള പുരുഷപ്രജയെ ഒക്കെയും വാളിന്റെ വായ്ത്തലയാൽ കൊല്ലണം. ഇത് ബൈബിളിലെ നിയമം, തോറയിലെ നിയമമാണ്. എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും നാൽക്കാലികളെയും പട്ടണത്തിലെ സകലത്തെയും അതിലെ കൊള്ളയായിരിക്കും നിനക്കായി എടുത്തുകൊള്ളാം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നതായ നിന്റെ ശത്രുക്കളുടെ കൊള്ള നിനക്ക് അനുഭവിക്കാം. ഈ പറഞ്ഞ വിധി അനുസരിച്ച് മാത്രമേ വിധി പറയാൻ പാടുള്ളൂ എന്ന് അവര് പറഞ്ഞാണ്. ആ ശിക്ഷ അവരവിടെ നടപ്പിലാക്കി. അവരുടെ ആവശ്യപ്രകാരം അവരാവശ്യപ്പെട്ട നേതാവ്, അവരാവശ്യപ്പെട്ട പുസ്തകം, അവരാവശ്യപ്പെട്ട മതവിധി. അവർ ഒരു കാരണവശാലും പ്രവാചകന്റെ ഈ കാര്യത്തിൽ നിർദ്ദേശം ആവശ്യമില്ല. വിശുദ്ധ ഖുർആന്റെയോ പ്രവാചകന്റെ ചര്യയോ ഇതിൽ നമ്മൾ പാലിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ പുസ്തകം, ഞങ്ങൾ ആവശ്യപ്പെടുന്ന നേതാവ്, ആ വിധി അനുസരിച്ച് മാത്രം നടപ്പിലാക്കിയാൽ മതി. ഓക്കെ, അതങ്ങ് നടപ്പിലാക്കി കൊടുത്തു. അവരാവശ്യപ്പെട്ടതുപോലെ അവരെ പുരുഷപ്രജക്കെതിരെ വധശിക്ഷ നടപ്പിലാക്കി. മറ്റുള്ളവരെല്ലാം ഈ പറഞ്ഞതുപോലെ ഈ നാട് കടത്തപ്പെടുക അല്ലെങ്കിൽ ഗനീമത്ത് സ്വത്തുക്കളെ സ്വീകരിക്കപ്പെടുകയോ ചെയ്തു. ഇത് യുദ്ധത്തിന് ശേഷം യുദ്ധത്തിൽ ഒറ്റുകൊടുത്തവർക്കെതിരെ ആ രാഷ്ട്രത്തിന്റെ തലവനും ആ രാഷ്ട്രത്തിന്റെ പ്രജകളും ആവശ്യപ്പെട്ടതുപോലെ നടന്ന സംഭവമാണ്. ഇതിനെ കൊണ്ട് എവിടെയാ കിട്ടുന്നത്? ഇവിടെ സമാധാനമായി ജീവിക്കുന്ന രാഷ്ട്രത്തിനകത്ത് കടന്നു കയറി വന്ന് ക്രിമിനൽ പ്രവർത്തനം നടത്തിയ ആൾക്കാരുമായി കൂട്ടിയിണക്കിക്കൊണ്ട് എന്തുമാത്രം വൃത്തികെട്ട രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യസമയ കാര്യങ്ങൾ അറിയാത്ത കാര്യം കൊണ്ടൊന്നുമല്ല. അപ്പൊ ഇതില് പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട വിഷയം, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനയിൽ അന്നത്തെ പരിമിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അവിടെ ഒരു സമാധാന അന്തരീക്ഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വത്തിൽ നടപ്പിലാക്കുകയാണ്. വിവിധങ്ങളായ എല്ലാ രീതിയിലും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന ഗോത്രങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി അവരെല്ലാം ഒരു രാഷ്ട്ര സംവിധാനത്തിനകത്ത് സമാധാന കരാർ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ പറഞ്ഞ അറബ് ഗോത്രങ്ങളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന യഹൂദ ഗോത്രങ്ങളും ആ ഭാഗത്തിൽ അവർ പങ്കുകാരാണ്. അങ്ങനെ മക്കയിലെ മുശ്രിക്കുകൾ ഇവരുമായി യുദ്ധത്തിന് വന്നപ്പോൾ ഈ മുശ്രിക്കുകൾക്ക് വേണ്ടി സ്വന്തം കോട്ട തുറന്നു കൊടുക്കുകയും മദീനക്കാരായ നിവാസികളെ സമ്പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ ചാരപ്രവൃത്തികളും ചെയ്തവർ അവിടം കൊണ്ടും അടങ്ങിയില്ല.
അവർക്കെതിരെ ശിക്ഷാ നടപടികളിൽ അവർ തീരുമാനിക്കുന്ന നേതാവ്. എന്നാൽ ചാരപ്രവൃത്തി ചെയ്തവർ അങ്ങോട്ട് പറഞ്ഞത് എനിക്ക് ഞങ്ങളുടെ നേതാവ് വെച്ചിട്ട് പറഞ്ഞാൽ മതി, ഞങ്ങൾ പറഞ്ഞ നേതാവ് അനുസരിച്ച് പറഞ്ഞാൽ മതി, ഞങ്ങൾ പറഞ്ഞ പുസ്തകം അനുസരിച്ച് പറഞ്ഞാൽ മതി, ഓക്കെ, അതനുസരിച്ച് നടപ്പിലാക്കി. ഇവിടെ ഈ നാട്ടിൽ ചാരപ്രവൃത്തി നടത്തി പിടിക്കപ്പെടുന്നവരെ അവർ ഒറ്റയ്ക്കോ തെറ്റയ്ക്കോ കുടുംബമോ ആരുമായിക്കൊള്ളട്ടെ, അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് എന്താ ചെയ്യാ? അപ്പൊ ഇവർക്ക് ഇത് അറിഞ്ഞുകൂടാത്തൊന്നുമല്ല. എങ്ങനെയെങ്കിലും ഇത് ഇസ്ലാമിന്റെ നിയമം ശരിയല്ല, പ്രവാചകൻ ശരിയല്ല എന്ന് പറയുക, അത് പ്രചരിപ്പിക്കുക അല്ലാതെ അവർക്ക് മറ്റൊരു മാർഗവുമില്ല. അന്ന് ധാരാളം യഹൂദന്മാരുമായിട്ട് സമാധാന കരാർ, അവരുമായി കുടുംബ ബന്ധങ്ങൾ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ കുടുംബ ബന്ധങ്ങൾ, ഊഷ്മളമായ കുടുംബ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, നല്ല അയൽക്കാരുണ്ടായിരുന്നു. റസൂലുള്ളാഹി യഹൂദന്മാർ നല്ല അയൽക്കാർ. അപ്പോ അവിടെ യഹൂദൻ അല്ലെങ്കിൽ ക്രൈസ്തവൻ എന്നുള്ളതല്ല, അവർ എല്ലാവരും ഒരുമിച്ച് സന്തോഷമായി ജീവിച്ചിരിക്കുകയായിരുന്നു. അവിടെ രാഷ്ട്രത്തിൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന, രാഷ്ട്രത്തിനെതിരെ ഗൂഢപ്രവർത്തനങ്ങൾ നടത്തുന്ന, അത് ആരുമായിക്കൊള്ളട്ടെ, അത് ഏതൊരു വ്യക്തിയുമായിക്കൊള്ളട്ടെ, ആ പറഞ്ഞ രീതിയിൽ അങ്ങനെ ചെയ്തവർക്കെതിരെ ശക്തമായ നിലപാടുകൾ അത് എടുത്തത് കൊണ്ടാണ് ആ മദീന രാഷ്ട്രം അന്ന് സുശക്തമായി നിലനിന്നതും ഒരു തരത്തിലുള്ള ശത്രുക്കളുടെ കയ്യേറ്റമില്ലാതെ വളരെ സുരക്ഷിതമായി നിലനിന്നതും ഇന്നും നിലനിന്നു പോയിക്കൊണ്ടിരിക്കുന്നതും. അത് എല്ലാ രാഷ്ട്രങ്ങളും ചെയ്യുന്ന കാര്യമാണ്. അത് 14 നൂറ്റാണ്ടുകളും പരിമിതമായ രാജ്യ അതിർത്തികൾ, പരിമിതമായ അന്തർദേശീയ കരാറുകൾ, അതിനെല്ലാം ഉപരി അവിടെ സുശക്തമായ ഒരു രാഷ്ട്രം സ്ഥാപിതമായിട്ടുണ്ടെങ്കിൽ അത് ഈ കരാറിന്റെ വ്യക്തമായ നടപ്പിലാക്കലിന്റെയും കാര്യത്തോടു കൂടിയാണ്. അപ്പൊ ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കുക. സംസാരം കുറച്ചധികം നീണ്ടുപോയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഏതൊരു വിഷയമായിക്കൊള്ളട്ടെ, സത്യസന്ധമായി പറയട്ടെ കാര്യങ്ങൾ. സത്യസന്ധമായി അവർ പറയാൻ തയ്യാറല്ലെങ്കിൽ ഈ സത്യത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. കളവുകൾ അവരെങ്ങനെയാണോ പറഞ്ഞ് സത്യമാക്കാൻ ശ്രമിക്കുന്നത്, അതിനേക്കാൾ കൂടുതൽ എഫർട്ട്, കൂടുതൽ പ്രയത്നം, കൂടുതൽ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കണം. എന്ത് സത്യസന്ധമായ കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ, അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക. അല്ലാഹു തആല ഈ ഒത്തൊരുമിക്കലിനെ ഒരു സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാട്ടെ. വജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.